എല്ലാവർക്കും ഹുല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് ഫോർ ഓസ്ട്രേലിയ ഓഗസ്റ്റ് 31 ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അത് ഒരു ഇവൻറ്റ്, ഒരുപാട് ആൾക്കാർ ഒത്തുചേർന്ന് നടത്തിയ ആ ഒരു ഇവൻറ്റ് എന്താണ് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. എല്ലാവരും അറിഞ്ഞു കാണും തലക്കെട്ടുകളിലൂടെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുകൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് എന്താണ് മാർച്ച് ഫോർ ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയുടെ 6 സ്റ്റേറ്റുകളും 2 ടെറിട്ടറികളുമാണുള്ളതെന്നറിയാമല്ലോ. ഇതിൻ്റെ ക്യാപിറ്റൽസിലെല്ലാം എക്സെപ്റ്റ് കാൻബറ, അപ്പോൾ 7 സ്ഥലങ്ങളിൽ നടക്കുന്നു, പ്ലസ് ടൗൺവിൽ. ഈ 8 സ്ഥലങ്ങളിലായിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നു. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്? ആരാണ് ഇതിന് പിന്നിൽ? ശരിക്കും വലതുപക്ഷ രാഷ്ട്രീയമുള്ള അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ഫാർ റൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയും, എക്സ്ട്രീമിസ്റ്റുകൾ, വൈറ്റ് സുപ്രമസി അല്ലെങ്കിൽ വെള്ളക്കാരാണ് ശരിക്കും ഈ രാജ്യത്തുള്ളത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു റേസിസ്റ്റ് ചിന്താഗതിയുള്ള നിയോ നാസീസ് എന്ന് പറയും. അതായത് പുതിയ നാസികൾ എന്താണ് ചെയ്തത് എന്നാലോചിച്ച് നോക്കുക. അഡോൾഫ് ഹിറ്റ്ലർ, ആ ഒരു മനുഷ്യൻ ചെയ്ത ക്രൂരതകൾ നല്ലതായിരുന്നു എന്നും ജൂതന്മാരെ അകറ്റി നിർത്തിയത് നല്ലതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നാസികൾ. അപ്പോൾ ആ നാസികളുടെ പിന്തുടർച്ച അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് തന്നെ ശരിയാണ് എന്ന് ചിന്തിച്ച് മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് നിയോ നാസീസ്. അപ്പോൾ നിയോ നാസീസ് തന്നെയാണ് ഈ വൈറ്റ് സുപ്രമസിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതികൾ മുറുകെ പിടിക്കുന്ന കുറച്ച് മണ്ട ശിരോമണികൾ അല്ലെങ്കിൽ ചിന്തയില്ലാത്ത കുറച്ച് പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ശക്തി. പക്ഷേ അന്ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവൻ അവരല്ല. അതിൽ കുറേ പേര് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഇതിന് പിന്നിലുള്ള ചാലകശക്തി അല്ലെങ്കിൽ ഇതിനെ ഫ്യൂവൽ ചെയ്ത, പവർ ചെയ്ത് ഇതിനായി വെബ്സൈറ്റ് ഉണ്ടാക്കുകയും ക്യാമ്പയിൻസ് എഴുതുകയും ഒക്കെ ചെയ്തത് ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ വൈറ്റ് സുപ്രമസിസ്റ്റ് ഇങ്ങനെയുള്ളവർ. ഇതിൻ്റെ പിന്നിൽ പല അജണ്ടകൾ കാണാം. ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന് എതിരായിട്ട് ഈവൻ ഒപ്പോസിഷൻ വരെ ഇതിനെ സൈഡ് ചെയ്ത് സംസാരിച്ചെന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അപലപിച്ച് ഇവിടുത്തെ പ്രധാനമന്ത്രിയും ജനങ്ങളും ഒരുപാട് ലീഡേഴ്സൊക്കെ നോട്ട്സ് ഇടുകയും വോയിസ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇനി എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത്? അന്ന് 52,000-ഓളം ആൾക്കാരാണ് കൂടിയത് എന്ന് പറയുന്നു. പക്ഷേ ട്വിറ്ററിലെ കണക്കുകൾ അത്രയില്ല, അതുപോലെ തന്നെ പോലീസ് ഫോഴ്സൊക്കെ പറയുന്ന കണക്കുകളും അത്രയില്ല, ഒരു ഊതിപ്പരിപ്പിച്ച കണക്കായിട്ടും പറയുന്നു. എന്താണ് അവിടെ നടന്നത്? ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ഇങ്ങനെ മാസ് ഇമിഗ്രേഷൻ നടക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഇവരിത് നടത്തിയത്? ഇവർ പറയുന്ന റീസൺസ് ഹൗസിംഗ് ക്രൈസിസ്, ജോബ് ഷോർട്ടേജസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം മാസ് മൈഗ്രേഷൻ ഉള്ളതുകൊണ്ട് ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ വോയിസ് ചെയ്താണ് ജനങ്ങളെ ഇളക്കാൻ സാധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഉള്ള, ഞാൻ പറഞ്ഞ വീണ്ടും ആ ഒരു ഫാർ റൈറ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ വൈറ്റ് എക്സ്ട്രീമിസം, അതാണ് ഇതിൻ്റെ പിന്നിൽ. ആ റേസിസം തന്നെയാണ് ഇവരുടെ ഒരു മേജർ ഫോഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ലീഡേഴ്സ് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് അവർക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ പറ്റിയത്? ആ കാരണങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. റീസെൻ്റായിട്ട് ഇവിടെ ഒരു റാലി, ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ഒരു വലിയ ബ്രിഡ്ജിൽ ഒരു പലസ്തീൻ ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വലിയ റാലി നടക്കുകയും അതിനായിട്ട് ഒരുപാട് പേര് തടിച്ചു കൂടുകയും ചെയ്തു. നമുക്കറിയാം ആ ഇഷ്യൂ ആണ് ഇതിലേക്ക് ഫ്യൂവൽ ചെയ്ത് അവിടെ ഓസ്ട്രേലിയൻ ഫ്ലാഗ് കത്തിക വരെ ചെയ്തു ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഓസ്ട്രേലിയക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഈ ഓസ്ട്രേലിയക്കാർക്ക് എന്നല്ല, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലേ? ആ ഒരു കോസിന് വേണ്ടി അവിടെ സമരം ചെയ്യുകയോ അല്ലെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വഴി ആണ് അതായിരുന്നു ഇതിലേക്കുള്ള ഒരു മോട്ടിവേഷൻ എന്നാണ് എല്ലാവരും പറയുന്നതും. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു തന്നെ ഒരു വലിയ പുതിയൊരു സംഭവമാണ്. ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 6 വർഷമായി. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്കും ആയിക്കൂടാ എന്നുള്ളൊരു ചിന്തയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അന്നേ ദിവസം മെൽബണിൽ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തു. ഈ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, അതായത് പലസ്തീന് വേണ്ടി വാദിക്കുന്നവരും ഈ നിയോ നാസീസും, ഇവർ തമ്മിൽ തല്ലുണ്ടാവുകയും ചെയ്തു. പോലീസ് കുറേ പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊക്കെ ആണ് ഇതിൻ്റെ പിന്നിലെ കാര്യം. അപ്പം നമ്മളിതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് ചിന്തിക്കുക. അതായത് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ KSRTC സ്റ്റേഷനിൽ രാജസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി ഒരു സമരം ചെയ്ത് കുറച്ച് തൊഴിലാളികൾ അവിടെ വന്ന് സമരം ചെയ്ത് രാജസ്ഥാൻ ഗവൺമെൻറ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം അവിടെ റേസ് ചെയ്ത് ഒരു സമരം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ
നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മുടെ അവിടുത്തെ ബസ് സർവീസുകളെയോ ട്രെയിൻ സർവീസുകളെയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഭായിമാരെല്ലാം കൂടി അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ അത്രയും തന്നെ അവിടെ സംഭവിച്ചുള്ളൂ. ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോൾ അത് ഫ്യൂൽ ചെയ്തു. അപ്പം ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും വലിയൊരു ജനസമൂഹം ഇങ്ങനെ പുതിയൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ എവിടെ നമ്മൾ ചെന്നാലും അവിടുത്തെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക, ആ രാജ്യത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളുടെ സ്റ്റിക്ക് ടു ദി റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൾച്ചർ അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം. വെറുതെ അവിടെ ഉള്ള സിസ്റ്റത്തിനെ നശിപ്പിച്ചുകൊണ്ടല്ല അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യയിലെ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ തുടരുന്നില്ല? നമ്മൾ എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും UK കാനഡയിലേക്കും ഒക്കെ ചേക്കേറാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അവിടെ നല്ലൊരു സിസ്റ്റം എല്ലാവരും ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ വന്ന് അവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ഞാനിത് പറയാം, പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടു. കാനഡയിലോ UK ഒരു റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പെരുന്നാൾ നടക്കുന്നു, അതിൻ്റെ റാലി നടക്കുന്നു. അതൊക്കെ നല്ലതാണോ? ഇനി അതുപോലെ ഫ്രാൻസിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ മത ആരാധനകളോ ചടങ്ങുകളോ നടത്തുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നടത്തേണ്ട രീതിയിൽ നടത്തുക. ഒരു ഹോൾ എടുത്ത് അതിൽ മാറി അങ്ങനെ ചെയ്തുകൂടെ? ഒരു റെൻറ്റിന് ഒരു ഹോൾ എടുത്ത് അതിനകത്ത് ചെയ്യാം, ആ കോമ്പൗണ്ടിനകത്ത് ചെയ്യാം. ബാക്കിയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടി ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഭായിമാർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമോ? അതൊക്കെ തന്നെ ഇവിടെ നടന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. കാരണം ഇന്ത്യക്കാരാണ് മെജോറിറ്റിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരെന്നല്ല, ഇപ്പോൾ മൈഗ്രൻസ് എല്ലായിടത്തും നമ്മുടെ ഈ ഒരു ബ്രൗൺ സ്കിൻ കളറുള്ള ആൾക്കാർ ആണ് ഏറ്റവും കൂടുതൽ ലോകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്നൊരു സമയത്ത് ഏറ്റവും മെജോറിറ്റി പീപ്പിൾ ആവാൻ പോകുന്നത് ഇന്ത്യൻസ് അല്ലെ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള പീപ്പിളാണ്. അപ്പോൾ നാളെ ശരിക്കും അവർ ആശങ്കപ്പെടും, അവർ മൈനോറിറ്റിയായി മാറപ്പെടുന്ന ഒരു കാലമാണ്. നമ്മളുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ എപ്പോഴും ബൂമിങ് ആണ്. വളരെ പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിക്കുന്ന ഏർലി ഏജിലാണ് നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. പലർക്കും നെക്സ്റ്റ് ജനറേഷൻ ഇല്ല ഇവിടെയുള്ള വെള്ളക്കാർക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ത്യൻ പോപ്പുലേഷൻ ഇസ് ഗോയിങ് ടു റൈസ് അഗെയിൻ ആൻഡ് അഗെയിൻ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്കാണ് പേടി വരേണ്ടത്. നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതേ ദിവസം, ഇന്ന് റാലി നടന്ന അതേ ദിവസം RMITയിൽ ഒരു ഓണം, RMIT മലയാളീസ് മല്ലു സ്റ്റുഡൻസിന് ഓണം നടത്തു. ഹോല വേൾഡ് ആയിരുന്നു അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. ഞങ്ങളൊരു ഹോളിലാണ് ഈ ഇവൻറ്റ് നടത്തിയത്, കോളിംഗ്വുഡ് ടൗൺ ഹാളിൽ. വളരെ നല്ലൊരു ഹോളിൽ കുട്ടികളുടെ ഓണം സെലിബ്രേഷൻ നടന്നു. ആരും അറിഞ്ഞു പോലുമില്ല. ഞങ്ങൾ പുറത്ത് പരസ്യം ചെയ്തൊന്നുമല്ല, സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിൽ തന്നെ കൊടുത്ത് എല്ലാവരും അതിനകത്തോട്ട് സേഫായിട്ട് വരാം. അതേ ദിവസം തന്നെ അപ്പോൾ ഞാൻ RMIT മല്ലൂസ് കോർഡിനേറ്റേഴ്സിനെയും അഭിനന്ദിക്കുകയാണ്. ഇപ്രാവശ്യം ഹോല വേൾഡ് RMITയിലും ഡീക്കിലും ആർപ്പൂർ എന്ന് പറഞ്ഞ സിഡ്നിയിലും ബ്രിസ്ബെയിനിലുമുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഓണം സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഞങ്ങൾ പുറത്തെങ്ങും പ്രശ്നം ഉണ്ടാക്കിയല്ല ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുക. ഒരു ഹോള് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. നിങ്ങൾ വാർത്തകളിൽ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു ക്ലിപ്സ് ഉണ്ട്. കാനഡയിൽ ഒരു യുവതി റോഡ് സൈഡിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ എടുത്ത് കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവൽസ്, ഡാൻസ് കളിക്കുന്നു, റോഡിന് നടുക്ക് വെച്ച് റീൽസ് എടുക്കുന്നു. ഇത് UK പോയ മലയാളി സ്റ്റുഡൻസൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ തിരിച്ച് ഇതുപോലത്തെയുള്ള റെസ്പോൺസസ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, റെസ്പെക്റ്റ് അതർ പീപ്പിൾ, അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക, ബി ക്ലീൻ. നമുക്ക് ക്ലെൻലിനെസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, വേസ്റ്റൊക്കെ വലിച്ചു വാരി എറിയുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പോളിസിയാണ്. നമ്മുടെ നാട്ടിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊന്നും ശീലിക്കാത്തവർക്ക്, നമുക്കവിടെ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിൻ പ്രോപ്പറായിട്ട് കാണാറുണ്ടോ? ഇല്ല. എന്നാൽ എത്രയേറെ പോപ്പുലേഷനുള്ള സ്ഥലമാണ്, നമുക്ക് എന്തോരം വേസ്റ്റ് ബിൻ ആവശ്യമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശീലമില്ലാത്ത നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ കാര്യങ്ങൾ, വെള്ളത്തിൽ പൊല്യൂട്ട് ചെയ്യുക, വെള്ളത്തിലേക്ക് വേസ്റ്റ് ഇടുക, പുറത്ത് വേസ്റ്റ് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വരുന്ന ഭിക്ഷ യാചിച്ച് വരുന്നവരെ കാണുമ്പോൾ നമ്മളവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. പാണ്ടിക്കാരെന്ന് പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ വൃത്തിയില്ലാതെ ഇപ്പോൾ കൈ കൊണ്ട് ചോറ് ഇളക്കി
തിന്നുന്ന ആൾക്കാർ ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു ട്രെയിനിൽ അതിൻ്റെ ക്ലിപ്പുണ്ടായിരുന്നു. ട്രെയിനിൽ അങ്ങനെ ഒരു യുവതി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അത് ശരിയായിരിക്കും, ആ ലേഡിക്ക് അത് ശരിയായിരിക്കും. പക്ഷേ അത് കാണുന്ന അതർ കൾച്ചറിലുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന സ്പൂണും ഫോർക്കും കൊണ്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ അതങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ട്രെയിനിലിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പം എത്ര ഒഫൻസാണ് ഒഫെൻസീവായിട്ടാണ് ആ ആൾ ചെയ്തത്. ഒരു പബ്ലിക് പ്ലേസിലിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ലാത്തടത്ത് ഫുഡ് കഴിക്കുന്നത് പോരാഞ്ഞത് കൂടെ ഒട്ടും അവെയറില്ലാതെ കൈകൊണ്ട് തന്നെ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അത് കഴുകേണ്ട അവിടെ എല്ലാം പിടിക്കത്തില്ലേ, ഇതിനെപ്പറ്റിയൊക്കെ ഒന്നും ആൾ ചിന്തിക്കുന്നേ ഇല്ല. ഇതുപോലെ ഞാനൊരു ദിവസം ബ്ലൂ മൗണ്ടൻസിൽ ഒരു ട്രിപ്പ് പോയപ്പോൾ ഫാമിലിയുടെ കൂടെ ഒരു റോപ്പ് വേ കയറാൻ പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, അവിടെ നിലത്തിരുന്ന് ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് ഒരു ഫാമിലി മൊത്തത്തിൽ നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന് കവറിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഫുഡ് എടുത്ത് അവിടെ ഇരുന്ന് കൈകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുന്നത്, അവർ ഇന്ത്യക്കാരാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മുടെ സ്കിൻ കളർ ആയതുകൊണ്ട് അത് ഇന്ത്യക്കാരായിട്ടേ തോന്നി. സാരി ഉടുത്തിരുന്നു ആ ആളുടെ അമ്മ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കങ്ങനെ തോന്നി. അപ്പോൾ ഇതിപ്പം ഇന്ത്യക്കാരാണ് ഏറ്റവും വലിയ പോപ്പുലേഷൻ ആയതുകൊണ്ട്, ഇപ്പോൾ ഒരു ശ്രീലങ്കക്കാരനോ ഒരു ഭൂട്ടാനിയോ ഒരു പാകിസ്ഥാനിയോ എന്ത് ചെയ്താലും ഇന്ത്യക്കാർ മെജോറിറ്റി ആയതുകൊണ്ട് അത് ഇന്ത്യൻ എന്നേ പേര് വരത്തുള്ളൂ. അതുപോലെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന കറിക്ക് സ്മെല്ലുള്ളത് കൊണ്ട് നമ്മളിടുന്ന കോട്ടിന് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോട്ട് അവിടെ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോങ് മസാല ഇത് അബ്സോർബ് ചെയ്യും. നാട്ടിലെ പോലെ ഒരു വെന്റിലേഷനുള്ള ഹൗസിംഗ് അല്ല ഇവിടെ, ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വസ്ത്രത്തിന് ആ സ്മെല്ല് കാണും, നമ്മുടെ ബോഡിക്ക് ആ സ്മെല്ല് കാണും, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സ്മെല്ല് നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ കറി പീപ്പിളെന്ന് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ സ്ട്രോങ് സെൻസസ് ആണുള്ളത്. അപ്പോൾ അവർക്ക് ഈ സ്മെല്ല് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അവർക്ക് തോന്നുമ്പോൾ നമ്മൾ വൃത്തിയില്ലാത്തവരായിട്ട് തോന്നാം, കുളിക്കാത്തത് കൊണ്ടായിരിക്കും ഈ സ്മെല്ല് വരുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്കറിയാതെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ബി അവെയർ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സ്മെല്ല്. അതുകൊണ്ട് തന്നെ വേൾഡ് വഴി വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, പെർഫ്യൂമിൻ്റെ ഇമ്പോർട്ടൻസ് പറയാറുണ്ട്, ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലുള്ള ഇമ്പോർട്ടൻസ് പറയാറുണ്ട്. അപ്പോൾ കഴിവതും ഇതൊക്കെ മൈൻഡ്ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് യാതൊരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ നല്ലൊരു കൾച്ചർ, ഇവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു കൾച്ചർ കെട്ടിപ്പടുക്കാൻ സാധിക്കുവാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പറഞ്ഞു വന്ന പോലെ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല, ജാഗരൂകരായിരുന്നാൽ മതി. നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാനും അതനുസരിച്ച് ബിഹേവ് ചെയ്യാനും ഇപ്പോൾ വിദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കളോടുമാണ്, UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ പഠിക്കാൻ വരുന്ന മലയാളി സ്റ്റുഡൻസിനോടാണ് ഒരു മയത്തിലൊക്കെ ആഘോഷിക്കുക, ഒരു മയത്തിലൊക്കെ നമ്മുടെ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് എന്താ പറയുക, അതിര് കടന്ന് സെലിബ്രേഷൻസ്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേര് ചീത്തയാവാതിരിക്കും, ഇങ്ങനത്തെ റാലികളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടാകാതിരിക്കും. ഇവർ പറയുന്ന കാര്യം ഇവരുടെ ജോബ്സ് പോകുന്നു എന്നൊക്കെയാണ് ഈ നിയോ നാസീസ് പറയുന്നത്, ജോബ്സ് പോകുന്നു. പക്ഷേ അതൊക്കെ വാസ്തവവിരുദ്ധമാണ്. നമ്മൾ ഈ മൈഗ്രൻസ് ഇവിടെ ഈ രാജ്യത്ത് വന്നില്ലെങ്കിൽ ഈ രാജ്യം താഴേക്ക് പോകും. അങ്ങനെ താഴേക്ക് അവരുടെ എക്കണോമി പോവാതിരിക്കാൻ വേണ്ടി ഗ്ലോബൽ പ്രഷർ അങ്ങനെയാണ്. പുറത്തെല്ലാം വികസനം വളരെ സ്പീഡിൽ നടക്കുമ്പോൾ ഇവിടെ ആൾക്കാരില്ലാത്തത് ഇല്ലെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റ് താഴേക്ക് പോകും, ടാക്സ് വരത്തില്ല, എക്കണോമി വളരുകയില്ല. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി പിന്നിലേക്ക് പോകും. അല്ലാതെ ഇവർ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല ഈ മൈഗ്രേഷൻ നടത്തുന്നത് ഈ രാജ്യത്തിന് അത്യാവശ്യമായതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ജോലി എടുക്കാതെ വീട്ടിൽ സെൻട്രലിംഗ് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഈ രാജ്യത്തിന് മണി ആവശ്യമാണ്. ആ മണി കിട്ടണമെങ്കിൽ, അതുപോലെ ഇവിടുത്തെ സർവീസുകൾ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ ഇല്ലാതെ ഈ രാജ്യം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാനഡ ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, എത്ര പറഞ്ഞാലും മൈഗ്രേഷൻ നടക്കും. ക്വാളിറ്റി മൈഗ്രേഷനും അതിലൊരു ചെക്ക് ഉണ്ടാവാനുമായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെക്കും ആ ഒരു ക്വാളിറ്റിയും നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഈ രാജ്യത്തേക്ക് വരാതെ ഇവർക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മൈഗ്രേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ആവത്തില്ല. ഇനി അത് പേടിച്ച് കുട്ടികൾ അപ്ലൈ ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ഇല്ല ഇവിടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടി റീസെൻ്റായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളൊക്കെ ഇവിടെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇരുന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല.
പേടിക്കാനായിട്ടുള്ള ഒരു കാര്യവും ഓസ്ട്രേലിയയിലില്ല. ഇത് വളരെ മൈനറായിട്ടുള്ള ഒരു പോപ്പുലേഷൻ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് മാത്രമാണ്. ഇതുപോലെ എന്തെല്ലാം ഇവൻറ്റ്സ് ലോകത്തെല്ലാം നടക്കുന്നുണ്ട്. ഏറ്റവും സമാധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. പക്ഷേ കയറി വരുന്നവർ റൈറ്റ് മെൻറ്റാലിറ്റിയോടെ കയറി വരിക. മാസ് ഇമിഗ്രേഷനെതിരായിട്ടാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് നടന്നത്. അവരെ പ്രചോദിപ്പിക്കാനുള്ള കാരണവും പറഞ്ഞു. ഓസ്ട്രേലിയൻ നാഷണൽ ഫ്ലാഗ് ഇതിന് മുന്നേ നടന്ന ഒരു പ്രൊട്ടസ്റ്റിൽ ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്ന ഗാസയുടെ ഇവൻറ്റിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്ന ആ ഇവൻറ്റിൽ ഓസ്ട്രേലിയൻ നാഷണൽ ഫ്ലാഗ് കത്തിച്ചതും ഒക്കെയാണ് ഇതിലേക്ക് ഫ്യൂവലായത്. അപ്പോൾ നമ്മളൊക്കെ മര്യാദയ്ക്കൊക്കെ ജീവിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലും പ്രോബ്ലം ഉണ്ടാവില്ല. റേസിസം എനിക്ക് അനുഭവിക്കേണ്ട വന്നിട്ടില്ല. റേസിസം അനുഭവിക്കേണ്ട വന്നവരുണ്ട്. വളരെ ചെറിയ ഈ ഒറ്റപ്പെട്ട ഇൻസിഡൻസ് അവിടെ ഇവിടെയൊക്കെ നടക്കും പക്ഷേ ദാറ്റ് ഇസ് പാർട്ട്, ബട്ട് യു ഗെറ്റ് ഓൾ അതർ ബെനിഫിറ്റ്സ് ആസ് വെൽ. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. ഇപ്പം മലയാളി ഇവിടെ ഓണ ഫെസ്റ്റിവൽ നടത്തുന്നത് സിഡ്നിയിൽ തന്നെ ഓഗസ്റ്റ് 31 6 ഓണം നടന്നു. വലിയ ഓണം, എല്ലാ 1000 പേരുടെ ഓണം. അതിൽ യൂത്തിൻ്റെ ഓണം, സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുള്ള ആർപ്പോറോ എന്ന് പറഞ്ഞൊരു ഓണവും അന്നേ ദിവസം നടന്നു. ഹൊലാവൾ ടൈറ്റിൽ സ്പോൺസറായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറേ പെർഫോമൻസുകളും വളരെ ബ്യൂട്ടിഫുൾ ഒരു പ്രോഗ്രാമായിരുന്നു. സ്റ്റുഡൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും നെറ്റ്വർക്ക് ചെയ്യാനും ഒക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. ഒരു കാര്യം ഓർക്കുക, റേസിസം എന്നൊന്നും പേടിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കളയണ്ട. അങ്ങനെ ചിന്തിക്കുക വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഈ രാജ്യങ്ങളൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. താങ്ക് യു.